അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇസ്ലാമികമാകുന്ന പല വിഷയങ്ങൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതിൽ കൃത്യമായി വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട സമൂഹത്തിൽ. പലപ്പോഴും അറിവില്ലാതെ അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാത്തവരുടെ കുട്ടികളോട് അല്ലെങ്കിൽ അത്തരത്തിൽ അറിവില്ലാത്തവരോട് അതിന്റെ മതവീക്ഷണങ്ങൾ തിരക്കുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വസ്തുതയല്ല. പലപ്പോഴായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വിഷയമാണ്. ഈ അടുത്ത് നമ്മുടെ പാണക്കാട്ടിൽ അറിയപ്പെട്ട ഒരു തങ്ങളായ മുനവറലി തങ്ങളുടെ മകളോട് ഒരു ഇന്റർവ്യൂയില് സ്ത്രീ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ എന്താണ് അതിൽ തടസ്സമുള്ളത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ആ കുട്ടിയോട് തുടങ്ങി. ആ കുട്ടിയുടെ അറിവിന്റെ പരിമിതി മൂലം ആ കുട്ടി കൊടുത്ത മറുപടിയിൽ ഇസ്ലാമിൽ അത്തരത്തിലുള്ള ഒരു രീതിയൊന്നുമില്ല, അത് ചില കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് പള്ളിയിൽ സ്ത്രീക്ക് പോയിക്കൂടാ എന്നൊക്കെ പറയുന്നത് എന്ന തരത്തിൽ പറഞ്ഞു. പിന്നീട് അത് തങ്ങൾ തിരുത്തിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ജുമുഅ ജമാഅത്ത് അടക്കമുള്ള പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്, അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം പരിപൂർണമായി സ്ത്രീകളെ പള്ളി വിലക്കിയിട്ടുള്ള ഒരു മതമല്ല. അത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലുള്ള ഓരോ മുക്കുമൂലകളിലൂടെ നടന്നു നീങ്ങുമ്പോഴും സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രത്യേകമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ഖളാ ആകാതെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പരിപൂർണമായി നീക്കിയിട്ടില്ല. മറിച്ച് നാം മനസ്സിലാക്കേണ്ടിയുള്ളത്, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പള്ളിയിൽ പുരുഷന്മാർ പോയി ചെയ്യുന്ന ഒരു അമലിന്റെ ഒരു നന്മയുടെ പ്രതിഫലം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലേ അവർക്ക് ഖൈറ്, അതല്ലേ ഏറ്റവും നന്മ. ആ രൂപത്തിലാണ് ഒരു എളുപ്പമാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഇസ്ലാം. അവർക്ക് അവരുടെ വീടാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് വീട്ടിലിരുന്നു കൊണ്ട് നിസ്കരിക്കുന്നത് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ജമാഅത്തിന് വേണ്ടി പുരുഷന്മാരോടൊപ്പം പള്ളികളിൽ വന്നുകൊണ്ട് നിസ്കരിച്ച് ആ ഒരു പ്രതിഫലം നേടിയെടുക്കേണ്ട ഒരു അവസ്ഥ സ്ത്രീകളെ സംബന്ധിച്ചില്ല. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവിടെ ഇബ്നു കസീർ റഹിമഹുല്ല വലിയ മുഫസ്സിറാണ്, തഫ്സീറിന്റെ പണ്ഡിതനാകുന്ന ഇബ്നു കസീർ റഹിമഹുല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മൻ നിസാഉ ഫസ്വലാത്തുഹുന്ന ഫീ ബുയൂത്തിഹിന്ന ഖൈറുൽ ലഹുന്ന. നിസ്കാരം അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അവരുടെ വീടാണ്. അപ്പൊ വീട്ടിലിരുന്നു കൊണ്ട് കിട്ടുന്ന പ്രതിഫലമാണ് അവർക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. പിന്നീട് പള്ളിയിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമിയങ്ങൾ, മുൻഗാമികളായ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് കൊണ്ടാണ് മുസ്ലിം വിശ്വാസികൾ അമല് ചെയ്യുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലെയുള്ള ഉന്നതരാകുന്ന പണ്ഡിതർ, ഒരു വലിയ കർമ്മശാസ്ത്രത്തിന്റെ ഗവേഷണം ചെയ്ത് ഇസ്ലാമിന്റെ വിധികൾ പഠിച്ചവര് പറഞ്ഞു തരുന്നതിൽ അംഗീകരിക്കേണ്ടത്. അല്ലാതെ പിന്നീട് വന്ന ചില ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്നതിനുപരിയായി സ്വഹാബത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇത്രയും ഗവേഷണയോഗ്യമാകുന്ന വലിയ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. അപ്പോൾ അവര് പറഞ്ഞു തന്നു, വീടാണ് സ്ത്രീക്ക് ഉത്തമം, അവർക്ക് ജമാഅത്തിനും ജുമാ അടക്കമുള്ള അമലുകൾക്ക് വേണ്ടി പള്ളിയിൽ പോകേണ്ടതില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടിയുള്ളത്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള സ്വഹാബി വനിതകള്, പ്രവാചകന്റെ ഭാര്യ, ഹബീബായ തങ്ങളുടെ ഭാര്യ, ഉമ്മഹാത്ത് മുഅ്മിനീൻ അറിയപ്പെടുന്ന മഹിതകളാകുന്ന സ്ത്രീകള്, അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവണത നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അവരൊക്കെ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്. എന്തായാലും അവരത്രയും ഒന്നും ഇന്നത്തെ സ്ത്രീകള് മുത്തുനബി തങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അത്രത്തോളം നബി തങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുന്നവരുമല്ല ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകള്. അപ്പോൾ അള്ളാഹിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നെങ്കിൽ അന്നത്തെ സ്ത്രീകൾ അത് ചെയ്യണമായിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ മുത്തുനബി തങ്ങൾ അതിനെ വിലക്കുകയും കൃത്യമായ റൂട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, സഹാബിയത്താകുന്ന വനിത പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ് ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക, അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ, മുത്തുനബി തങ്ങളോടൊപ്പം നിന്ന് നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ സമയത്ത് ഫഖാൽ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ് നാം മനസ്സിലാക്കേണ്ടതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖദ് അലിംതു അന്നക തുഹിബ്ബീന സ്വലാത മഈ, എന്നോടൊപ്പം നിന്നുകൊണ്ട് നിസ്കരിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്ക് എന്നോടൊപ്പം നിന്ന് നിസ്കരിക്കുന്ന വലിയ ഇഷ്ടമാണ്. പക്ഷേ വസ്വലാതുകി ഫീ ബൈതികി ഖൈറുൻ, നിനക്ക് പക്ഷേ നിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും നന്മയുള്ളത് എന്ന് പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബിയത്താകുന്ന വനിതയോട് പറഞ്ഞു കൊടുത്ത മനോഹരമാകുന്ന സംഭവമുണ്ട്. അപ്പൊ നബിതങ്ങളോട് പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടതാകുന്ന മുൻഗാമികളാകുന്ന മഹിതാരത്നങ്ങൾ കടന്നുപോയി. അവരൊന്നും ചെയ്യാത്ത ഒരു വലിയ ഇസ്ലാമോ ഒരു വലിയ
നന്മയൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രതിഫലവും ലഭിക്കാനില്ല. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. അപ്പോൾ ചിലരൊക്കെ സ്ത്രീകളെ വിലക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ബുഖാരി ഇമാം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം, ലാ തംനഉ ഈമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളാകുന്ന സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയാൻ പാടില്ല എന്ന് പറഞ്ഞ ബുഖാരി ഇമാമിന്റെ ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ പള്ളികളെല്ലാം സ്ത്രീകൾക്ക് ജുമയ്ക്ക് ജമാഅത്തിനൊക്കെ ആണുങ്ങളോടൊപ്പം വരാം. ഇതൊക്കെ പലരും തെളിവ് പിടിച്ചുകൊണ്ട് ഇന്ന് പള്ളികളിൽ സ്ത്രീകളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുമുണ്ട്. പക്ഷേ ഇതിന് മഹത്തുക്കളാകുന്ന ഇമാമിയങ്ങൾ അതിനെപ്പറ്റി കൃത്യമായി ഗവേഷണം നടത്തിയവർ പറഞ്ഞു, അവിടെയുള്ള മസ്ജിദുൽ ഹറാം അടക്കമുള്ള മസ്ജിദുൽ ഹറാമിൽ പോയി ഇബാദത്തെടുക്കുന്ന, അവിടെ ചെന്ന് നിസ്കരിക്കുന്നതിന് പ്രത്യേകമാക്കപ്പെട്ട പ്രതിഫലമുണ്ട്. അവിടുന്ന് ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ അടക്കം 2 റക്അത്ത് നിസ്കരിക്കൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ അവിടെ പോയി അവർക്ക് നമസ്കരിക്കാം. അതിനപ്പുറത്തേക്ക് പള്ളികളിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ പോയി ഉള്ള നമസ്കാരം, ഇബാദത്തുകൾ ഭൂഷണമല്ല. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ വിരോധിച്ചിട്ടുള്ളത്. അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ വീടകങ്ങളാണ്, അതാണ് ഏറ്റവും സുരക്ഷിതമാകുന്ന ഗേഹം. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ആ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടിയുള്ളത്. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.